അതിവിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിലായതോടെ സിപിഎമ്മിന്റെ കള്ളത്തരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ വടകര MP ഷാഫി പറമ്പിൽ നടത്തിയ അതിശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കള്ളം പ്രചരിപ്പിച്ച തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നോക്കിയവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഈ അറസ്റ്റ് എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചെത്തുമ്പോൾ അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന KK ശൈലജയ്ക്ക് ഷാഫി നൽകുന്ന മറുപടി കൂടിയാകുന്നു ഇത്. ഷാഫിയുടെ പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ പെട്ടെന്നുണ്ടായ ബുദ്ധിയല്ല. ഇതിന് പിന്നിൽ CPM നേതൃത്വത്തിന് വ്യക്തമായ പങ്കു തന്നെയുണ്ട്. നാടിന്റെ ഐക്യം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നത്. CPM ഒരു വർഗീയ വിഷമായി മാറാൻ പാടില്ലായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ശക്തമായിട്ട് വിമർശിച്ചത്. മുൻപും നമ്മൾ ഇത്തരം പ്രവണതകൾ കണ്ടിട്ടുണ്ടെന്നും ഫസലിനെ കൊലപ്പെടുത്തിയ ശേഷം അന്വേഷണം വഴിതിരിച്ചു വിടാൻ ക്ഷേത്രമുറ്റത്ത് തൂവാല കൊണ്ടിട്ട അതേ തന്ത്രമാണ് ഇവിടെയും ഉപയോഗിച്ചത് എന്നും മാഷാ അല്ലാ പോസ്റ്ററുകൾ എന്തിനാണ് ഇതിനായിട്ട് ഉപയോഗിച്ചതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. CPM നിർമ്മിച്ച ഈ വർഗീയ ബോംബ് വടകരയിലെ ജനങ്ങൾ ചേർന്നാണ് ഡിഫ്യൂസ് ചെയ്തത് എന്ന് കൂടി ഷാഫിയുടെ അടിവരയിടുന്നു. സ്ക്രീൻഷോട്ട് നിർമ്മിക്കാനും പ്രചരിപ്പിക്കാനും ഉപദേശിച്ചതും നേതൃത്വം നൽകിയതും പാർട്ടി ഉന്നതരായതുകൊണ്ടാണ് ജിതിൻ ഭാസ്കറിന് DYFI ഇപ്പോഴും രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കുന്നത്. കേരളത്തിന്റെ ടീച്ചർ അമ്മയായി നിന്നുകൊണ്ട് വർഗീയ ശക്തികൾക്ക് കുടപിടിക്കുകയായിരുന്നു KK ശൈലജ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ച ഷാഫിയുടെ വാക്കുകളിൽ ഉടനീളം ശൈലജയ്ക്കുള്ള കൃത്യമായ മറുപടിയും അടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് പൂങ്കണ്ണീരൊഴുക്കിയ ശൈലജ ഇനി കമ എന്നൊരക്ഷരമിണ്ടാൻ യോഗ്യതയില്ലാത്തവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ നേടിയ തോൽവിയും അവരുടെ വർഗീയഭാവം തിരിച്ചറിഞ്ഞ ജനം കൊടുത്ത മറുപടിയായിരിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് പ്രതി അറസ്റ്റിലായതോടെ ശൈലജയ്ക്കെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ഇനി ശൈലജയ്ക്ക് തലയിൽ മുണ്ടിട്ട് നടക്കുന്നതാകും നല്ലതെന്നും പോയി ചത്തൂടെ എന്ന തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കി ഭരിക്കുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഷാഫി നൽകിയ പ്രതികരണം കാണാം. നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ജയവും പരാജയവും വരും പോവും, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിന്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPMന്റെ പ്രവർത്തകരിൽ നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ് അയാളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് അയാളെ ഒരു വർഗീയവാദിയാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഞാൻ അതാ പറഞ്ഞു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അതിനൊരാളെ കരുവാക്കിയിട്ട് അവർ തകർക്കാൻ ശ്രമിച്ചത് നാടിന്റെ ഐക്യമാണ്. കാസിമിന്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ ആ ഫോൺ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞത്, എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പില്ല, ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ പോലീസിന് അപ്പൊ തന്നെ മറുപടിയില്ല. ആ ചെറുപ്പക്കാരനോട് ഇവരുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വന്ന് മാപ്പ് പറയണം. കടുത്ത ശിക്ഷ ഈ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകണം. അല്ല, ഞാനിപ്പോ ഇതിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് പോയാൽ അതിന്റെയൊക്കെ വാർത്ത അതിലേക്ക് ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്ത് വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു കമന്റിന്റെ പുറത്ത് ഉത്തരവാദിത്വം UDFന്റെ ആളുകളുടെയോ സ്ഥാനാർത്ഥിയുടെയോ തലയിൽ കെട്ടിവെക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലെയല്ല, അവര് തന്നെ ഉണ്ടാക്കിയ ഒരു വ്യാജ നിർമ്മിതി, എന്നിട്ട് അവര് തന്നെ അതിൽ മറ്റുള്ളവരുടെ പേരിൽ വലിയ രോഷം കൊള്ളുക, എന്നിട്ട് വലിയ വർഗീയ വിരുദ്ധ പ്രചാരകരായി മാറുക. എന്തൊരു വർഗീയതയാണ്ടോ എന്നൊക്കെ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക.
തെരഞ്ഞെടുപ്പിൽ അത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുക, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഈ പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അത് ഞങ്ങളല്ല എന്ന് പറഞ്ഞൊഴിയുകയും ചെയ്യും. ആ ശ്രമത്തിനാണിപ്പോ നിയമപരമായ ഒരു തിരിച്ചടി കൂടെ നേരിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത് അവസാനിക്കണമെന്നോ അല്ല. അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോട്ടെ. ഇത് സൃഷ്ടിച്ചവരെ കൂടെ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. ഈ കാലതാമസം ആ സൃഷ്ടാവിനെ കണ്ടെത്തുന്ന കാര്യത്തിൽ തടസ്സമായി മാറണമെന്നാണ് പിണറായി വിജയന്റെ പോലീസും ആഗ്രഹിച്ചത്. അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ട് തീർക്കാവുന്ന ഒരു പണിയെ 2 കൊല്ലം ഇവര് നീട്ടിക്കൊണ്ടുപോയത് എന്തിന്റെ പേരിലായിരുന്നു? ഏതെങ്കിലും ഒരു UDF പ്രവർത്തകൻ അതിനകത്ത് പങ്കുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു UDF അനുഭാവിക്ക് പോലും അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു നടപടി എടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ പിന്നിൽ അവരാണെന്നുള്ള കൃത്യമായ ബോധ്യം അവരുടെ അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ കിട്ടി. റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിൽ ചെന്ന് അന്വേഷണം തട്ടി നിന്നു എന്ന ഒരു വാദം പറഞ്ഞിട്ട് കേസിനെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പുറകിലെ കാരണം കൃത്യമാണ്. കാരണം ഇത് താഴെ തട്ടിൽ ആരുടെയെങ്കിലും തലയിൽ വിരിഞ്ഞൊരു ബുദ്ധിയല്ല. ഇതിന് പാർട്ടിയുടെ ഉന്നത നേതൃത്വവും അന്നത്തെ ഭരണ നേതൃത്വത്തിന്റെയും അറിവോടെ ഈ വടകരയുടെ മണ്ണിനെ വിഷം കലക്കാൻ അവര് നടത്തിയ ശ്രമമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വ്യക്തിപരമായി ഒരുപാട് ആക്രമിക്കപ്പെട്ടു ഈ വ്യാജ നിർമ്മിതിയുടെ പേരിൽ. അവര് തന്നെ ഉണ്ടാക്കിയ ഒരു സാധനം ഞങ്ങളുടെയൊക്കെ തലയിൽ കെട്ടിവെച്ചിട്ട് ഞങ്ങളെയൊക്കെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാനുള്ള ഹീനമായ ശ്രമം നടന്നു. ഞാൻ പറയുന്നു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ നടത്തിയ ശ്രമമായിട്ടല്ല ഞാൻ കാണുന്നു. ഇത് ഈ നാടിന്റെ ഐക്യത്തെ തകർക്കാൻ അവർ നടത്തിയ ശ്രമമായിരുന്നു. പൊളിറ്റിക്കൽ പോയ്സൺ ഉൾപ്പെടെയുള്ള വാക്കുകളും വാചകങ്ങളൊക്കെ അന്ന് കേൾക്കേണ്ടി വന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പോ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്, CPM ഒരു കമ്മ്യൂണൽ പോയ്സൺ ആവാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട്. വിഷം കലക്കാൻ ശ്രമിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് ഞാൻ പറഞ്ഞത് അവരുടെ ഒരു ക്യാരക്ടറായി മാറുന്നത് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. CPM-ൽ ചിലരുടെ ക്യാരക്ടറായിട്ട് ഇത് മാറുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ മുമ്പും ഇതുണ്ടായിട്ടുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ശേഷവും ഇതുണ്ടാവുന്നു എന്നുള്ളതാണ്. മാഷാ അല്ലാ സ്റ്റിക്കർ വടകരയിലെയും കേരളത്തിലെയും ജനങ്ങൾ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ TP-യെ കൊല്ലാൻ കൊണ്ടുപോയ വാഹനത്തിൽ എന്തിനാണ് മാഷാ അല്ലാ എന്നൊരു സ്റ്റിക്കർ ബോധപൂർവം അതിനു വേണ്ടി ഒട്ടിക്കാൻ CPM-ന്റെ ഗുണ്ടകൾ തീരുമാനിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസലിനെ കൊന്നതിന്റെ ശേഷമുള്ള തുവാല എന്തിന് അമ്പലത്തിന്റെ മുറ്റത്തേക്ക് എറിഞ്ഞു എന്നുള്ള ചോദ്യത്തിന് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവുണ്ടോ? അവര് തന്നെ ഉണ്ടാക്കിയ ഒരു കാഫിർ സ്ക്രീൻഷോട്ട്, അതിന്റെ ഉത്തരവാദിത്വം UDF-ന്റെ തലയിൽ കെട്ടിവെച്ച് തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയായി അത് മാറ്റാൻ സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും വരിവരിയായി നിന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോലും അതിനെ പിൻപറ്റി അതിനെ പിന്തുടർന്ന് ഒരു തരത്തിലുള്ള ചേരിതിരിവുണ്ടാക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് വല്ല ന്യായീകരണമുണ്ടോ? ഇപ്പോ എല്ലാം ഒടുവിൽ പേരാമ്പ്രയിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും അത്തരത്തിൽ നടത്തിയ ഒരു ശ്രമങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നതല്ലേ? അപ്പോ കേരളത്തിന് ആവർത്തിച്ചു പറയുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഒരു പൊളിറ്റിക്കൽ പോയ്സൺ ആവാൻ ഇവരുടെ നേതാക്കന്മാരിൽ ചിലർ തയ്യാറാവരുതായിരുന്നു. അത്തരം ശ്രമങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നതിന് പകരം അത് പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനും നാടിന്റെ ഐക്യത്തെ തകർക്കാനുമാണ് ശ്രമിച്ചത്. അതിന് ഒരു കാരണവശാലും ഇവിടുത്തെ വടകരയിലെ ജനങ്ങൾ അതിന് നിന്നുകൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത. അതിന് വലിയ ആദരവ് അതിനോടുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് നാടിന്റെ ഐക്യത്തിന് നേരെ കമ്മ്യൂണൽ പോയ്സൺ നിറച്ചൊരു ബോംബാണ് ഈ വ്യാജ നിർമ്മിതിയിലൂടെ CPM എറിയാൻ ശ്രമിച്ചത്. അത് പൊതുസമൂഹം ഡിറ്റക്ട് ചെയ്തു. ബോംബ് സ്ക്വാഡായി, ഈ വർഗീയ പോയ്സണിന്റെ ബോംബ് സ്ക്വാഡായി വടകരയിലെ പൊതുജനങ്ങൾ മാറി, കേരളത്തിലെ പൊതുജനങ്ങൾ മാറി. അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അതിന്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിന്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവര് വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിന്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിന്റെയും സംരക്ഷണം ഈ പറയുന്ന ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്.
എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഇതിനെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്ത് വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിന്റെ പേരിൽ പ്രസംഗിച്ചത്. ഞങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവര് CPM ഒരാളെ കൊന്നാലോ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടക്ക് ആള് മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ കമന്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിന്റെ അറിവോടെ അല്ല, അവർക്ക് ആർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം UDFന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമന്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. എനിക്ക് ആദ്യം അതിനകത്ത് നന്ദി പറയാനുള്ളത് വടകരയിലെ ജനങ്ങളോടാണ്. എനിക്ക് ആദരവ് പ്രകടിപ്പിക്കാനുള്ളത് അവരുടെ രാഷ്ട്രീയ ബോധത്തോടാണ്. ഇതിപ്പോ വർഷം 2 കഴിഞ്ഞു, 2 അന്വേഷണ സംഘങ്ങൾ വരേണ്ടി വന്നു, അതുപോലെ തന്നെ ഒരു ഭരണകൂടം തന്നെ മാറേണ്ടി വന്നു, പോലീസ് നിഷ്പക്ഷമായി ഇടപെടേണ്ടി വന്നു, ഇടക്ക് കോടതി പോലീസിന്റെ ചെവി പിടിക്കേണ്ടി വന്നു. ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം മണിക്കൂറുകൾക്കുള്ളിൽ രാവിലെ 7 മണി മുതൽ അവിടെ ക്യൂ നിന്ന് ഈ കള്ളത്തെ തെരഞ്ഞെടുപ്പിലൂടെ വലിയ വോട്ടിന് പരാജയപ്പെടുത്തിയ വടകരയിലെ രാഷ്ട്രീയ പ്രബുദ്ധത, ജനതയുടെ രാഷ്ട്രീയ പ്രബുദ്ധത, അതില് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നവർ പോലും ഞങ്ങൾക്ക് അന്ന് രേഖപ്പെടുത്തിയ വോട്ടുകൾ. അപ്പൊ ഇതൊക്കെ വരുന്നതിന് മുമ്പ് ഇതൊരു അവാസ്തവമായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ വടകരയിലെ ജനത. അതിനുശേഷം നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്തരം ശ്രമങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി അതിശക്തമായി തുടർന്ന വടകരയിലെ ജനത. അതിന്റെ ശേഷം നിങ്ങൾക്കറിയാം ചരിത്രമുണ്ടായത് പേരാമ്പ്രയിൽ ഉൾപ്പെടെ ഇത്തരം ശ്രമങ്ങൾ തുടർന്നപ്പോൾ പേരാമ്പ്രയിലും നാദാപുരത്തും വടകരയിലും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും 5 ഇടങ്ങളിലും ഇത്തരം ശ്രമങ്ങൾക്കെതിരെ വിധി എഴുതിയ വടകരയിലെ ജനത, കോഴിക്കോട്ടെ ജനത, കേരളത്തിൽ ഇത് തിരിച്ചറിഞ്ഞ ജനത. അപ്പൊ അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കാണ് ആദരവും നന്ദിയും ആദ്യമായിട്ട് അറിയിക്കുന്നത്. പിന്നെ ഇത്തരം ഒരു സത്യാവസ്ഥ നിയമപരമായി പുറത്തു കൊണ്ടുവരാൻ മുൻകൈയെടുത്ത, നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ തയ്യാറായ പോലീസിനോടും ഞാൻ നാടിന്റെ ജനതയ്ക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ പാറക്കൽ അബ്ദുള്ള, അദ്ദേഹം വളരെ കൃത്യമായി കേസിനെ ഫോളോ അപ്പ് ചെയ്ത ഒരാളാണ്. നിയമ പോരാട്ടം ഇതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും നിശിതമായി വിമർശിക്കപ്പെടുമ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് നിർബന്ധമായും ഈ നാടിനോട് ചെയ്യേണ്ട ഒരു നീതിയാണെന്നുള്ള തിരിച്ചറിവിൽ ആ നിയമ പോരാട്ടത്തിന് ഇനീഷ്യേറ്റീവ് എടുത്ത ആളാണ് ശ്രീ പാറക്കൽ അബ്ദുള്ള. ആ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആരും തകർന്നു പോകുമായിരുന്ന ഒരു നിമിഷത്തിൽ തന്റെ സത്യസന്ധത കൈമുതലാക്കി ആ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ കാണിച്ച അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, ഇതൊക്കെ ഇതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവര് CPM ഒരാളെ കൊന്നാലോ, CPM എവിടെയെങ്കിലും ബോംബ് ഉണ്ടാക്കിയാലോ, ബോംബ് നിർമ്മാണത്തിനിടക്ക് ആള് മരിച്ചാലോ, ബോംബ് എറിഞ്ഞ ആളുകൾ കൊല്ലപ്പെട്ടാലോ, ബോംബ് ആക്രമണം നടത്തിയാലോ, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാലോ കമന്റ് ഇട്ടാലോ ഒന്നും അവരുടെ പാർട്ടിക്ക് പങ്കില്ല, നേതൃത്വത്തിന്റെ അറിവോടെ അല്ല, അവർക്ക് ആർക്കും പങ്കില്ല. വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം UDFന്റെ ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ എവിടുന്നേലും ഒരു കമന്റ് ഇട്ടാൽ അതിന് സോണിയാഗാന്ധി വരെ മറുപടി പറയണം. ഇതായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ്. എന്നിട്ടും ഇത്തരം കള്ളത്തരങ്ങളെ മുഴുവനായിട്ട് അവരുടെ ലീഡർഷിപ്പ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയാക്കാൻ അന്നത്തെ LDFന്റെ സ്ഥാനാർത്ഥി തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ പ്രതികരിച്ചിരുന്ന LDFന്റെ കൺവീനർ വരെയുള്ള മുഴുവൻ ആളുകളും, പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, DYFI നേതാക്കന്മാർ, അവരുടെ റാങ്ക് ആൻഡ് ഫയലും മുഴുവൻ ഈ കള്ളത്തിന്റെ പുറകെ ഓടുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക,